الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله خذ بيدي قلت حيلتي أدركني ومرادي يا رسول الله فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق بشد القرآن قال الله عز وجل وقد قال نبينا محمد المصطفى صلى الله عليه وسلم إذا مات الإنسان انقطع عمله إلا من ثلاث صدقة جارية أو علم ينتفع به أو ولد صالح يدعو له ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സ്ത്രീകളോട് അതുപോലെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങളായ സഹോദരിമാരെ പവിത്രമായ റമദാൻ ശരീഫ് കഴിഞ്ഞ് ശുവ്വാലിലെ ആദ്യ മാസാന്ത സ്വലാത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയത്. റബ്ബ് തആല ഈ സദസ്സിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അല്ലാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രത്യേകിച്ച് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന പൈതലടക്കമുള്ള എല്ലാ മഹത്തുള്ള ഹദറത്തിലേക്കും ഇതിന്റെ സവാബിനെ അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ സ്വർഗീയ ദറജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഹഖ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ സദസ്സിന്റെ ഹഖ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപം പൊറുക്കാനുള്ള സദസ്സാക്കിക്കൊണ്ട് ഈ സദസ്സിനെ നീ മാറ്റി തരണേ തമ്പുരാനെ. നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകളും പ്രശ്നങ്ങളും എല്ലാം നീ മാറ്റി തരണേ തമ്പുരാനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, പവിത്രമായ റമദാൻ ശരീഫ് കഴിഞ്ഞ് ചെറിയ പെരുന്നാളും ആത്മാവൊക്കെ കഴിഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സമയത്ത് പ്രധാനമായി കൂടെ ഞങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ റമദാൻ ശരീഫിൽ ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കൾ ഞങ്ങൾ ഓരോരുത്തരും ചെയ്തു. ഒരു വക്ത് പോലും ജമാഅത്തോടു കൂടി എല്ലാ വക്തും കൃത്യമായി കൊണ്ട് തളാക്കില്ലാതെ ഒരു വക്തിൽ തന്നെ നിസ്കരിച്ച ആളുകളായിരിക്കും ഞാനും നിങ്ങളും എല്ലാ ആളുകളും. എങ്കിലും ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞപ്പോൾ ശവ്വാലിലേക്ക് കടന്നു വന്നപ്പോൾ ആ റമദാൻ ശരീഫ് ഞങ്ങൾ നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും വിചിന്തനം ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യണം. കാരണം പവിത്രമായ റമദാൻ ശരീഫ് കടന്നു വന്നപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നമ്മൾ ഓരോരുത്തരും ചെയ്തിട്ടുണ്ടായിരുന്നു. സുന്നത്ത് നിസ്കാരങ്ങൾ, അതുപോലെ പ്രവാചക
സുന്നത്ത് നിസ്കാരങ്ങൾ അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ റമദാൻ കഴിഞ്ഞു പോയപ്പോൾ പല ആളുകളും പ്രഭാത സുന്നത്ത് നിസ്കാരങ്ങളില്ല, തഹജ്ജുദ് നിസ്കാരങ്ങളില്ല, അതേപോലെ ദുആ നിസ്കാരങ്ങളില്ല, അതേപോലെ അന്ന് ചെയ്ത് കൂട്ടിയ ദിക്റുകളോ അതുപോലെ ഇസ്തിഗ്ഫാറുകളോ ദാനധർമ്മങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇരുന്ന് വിചിന്തനം ചെയ്യേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി എനിക്ക് പറയാനുള്ളത്, ആ റമദാൻ ശരീഫിൽ നമ്മൾ ഓരോരുത്തരും നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം ഇൻഷാ അല്ലാഹ് ഈ അടുത്ത റമദാനിലേക്ക് ഒന്നും നഷ്ടപ്പെടാതെ പൂർണ്ണമായി കൊണ്ടും നമ്മൾ ഓരോരുത്തരും അത് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും തയ്യാറാവണം. റമദാൻ ശരീഫ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സുന്നത്തായ കാര്യങ്ങൾ പുതുതായി കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എങ്കിലേ ആ റമദാനൊക്കെ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥയുണ്ടാവുകയുള്ളൂ. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ റമദാൻ ശരീഫിൽ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ശവ്വാലിലേക്ക് കടന്നു വന്നപ്പോൾ ശവ്വാൽ മാസപ്പിറവി കഴിഞ്ഞപ്പോൾ ചെറിയ പെരുന്നാൾ ഞങ്ങൾ ഓരോരുത്തരും ആഘോഷങ്ങളും അതുപോലെ വേണ്ടതുപോലെ അതിനെ വരവേൽക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം 6 നോമ്പ് നോറ്റു. ഇന്ന് 6 നോമ്പത്തെ സമാപ്തി കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളൊക്കെ നാളെ മുതൽ നമ്മുടെ മദ്രസ എന്ന് പറയുന്ന അറിവിന്റെ പൂന്തോപ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ പ്രധാനമായി കൊണ്ട് ചിന്തിക്കേണ്ടത്, ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, എന്റെ കുട്ടി എഴുന്ന് നുകരുന്ന വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും വേണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അറിവ് പഠിക്കുന്നതിനും അതുപോലെ അറിവ് പഠിപ്പിക്കുന്നതിനും ഒരുപാട് പുണ്യങ്ങളുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇന്ന് വെള്ളിയാഴ്ചയിലെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഓരോരുത്തരും കേട്ടതായിരിക്കും. ഇന്ന് വെള്ളിയാഴ്ചയിൽ ഞാൻ ഒരു പ്രത്യേകമായി കൊണ്ട് ഞാൻ ഒരു ഹദീസ് നിങ്ങൾക്ക് മുമ്പിൽ പറയുകയുണ്ടായി. ഏതെങ്കിലും ഒരു കുട്ടി ഇൽമിന്റെ വഴിയിൽ പ്രവേശിക്കുകയും ആ ഇൽമിന്റെ വഴിയിലൂടെ ഇൽമിനെ കരസ്ഥമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുട്ടിക്ക് കൊടുക്കുന്ന ആ വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന സൗഭാഗ്യം എന്താണെന്നറിയുമോ? കുട്ടിക്ക് അല്ലെങ്കിൽ ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പവഴി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തയ്യാർ ചെയ്തു കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്ന ഈ സദസ്സുണ്ടല്ലോ, ഇൽമിന്റെ മജ്ലിസിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും അടുക്കലുണ്ടല്ലോ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖന്മാര് നമ്മളെ നല്ലതുപോലെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് ചിറക് വിടർത്തി തരുകയാ. നമ്മൾക്ക് ഇസ്തിഗ്ഫാർ ചോദിച്ചു കൊണ്ടിരിക്കുകയാ. എന്തേ ഇതിനൊക്കെ കാരണം? വെളിമ പറയുന്ന മജ്ലിസാണല്ലോ, വെളിമ കേൾക്കുന്ന സദസ്സാണല്ലോ. അതിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിലുപരി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ, ഇൽമ പഠിക്കാൻ വേണ്ടിയിട്ട് തന്റെ വീട്ടിൽ നിന്ന് തന്റെ മദ്രസകളിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യന്റെ ഇസ്തിഗ്ഫാർ കൊടുക്കുന്നതാണ്. അത് കേവലം ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മുടെ മക്കൾ ഇൽമ പഠിക്കാൻ വേണ്ടിയിട്ട് ഇൽമിന്റെ പൂന്തോപ്പായ മദ്രസയാവട്ടെ, അതുപോലെ ദീനീ സ്ഥാപനങ്ങളാവട്ടെ, അതുപോലെ മറ്റുള്ള സമന്വയ വിദ്യാഭ്യാസ മേഖലകളിലാവട്ടെ, അറിവും അതവും അർപ്പണ ബോധവും നേടുന്നതിന് വേണ്ടിയിട്ട് തന്റെ മക്കൾ ഇൽമ നുകരാൻ വേണ്ടിയിട്ട് ഇൽമിന്റെ കലാലയങ്ങളിലേക്ക് കടന്നു പോകുമ്പോ ആ കുട്ടിക്ക് മാത്രമല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതിഫലം കൊടുക്കുന്നത്, ആ ഇൽമ പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന തന്റെ മാതാപിതാക്കൾക്ക് പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കുന്നതാണ്. ഇത് ഞാൻ കേവലം വെറുതെ പറയുന്നതല്ല. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം
ഖബറിന്റെ ചാരത്ത് കൂടി നടന്നു പോവുകയായിരുന്നു. ആ ഖബറിന്റെ ചാരത്ത് കൂടി കടന്നു പോകുന്ന സമയത്ത് ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ വല്ലാതെ അദാബാക്കുന്നത് കാണുകയാ. അദാബിന്റെ മാലാഖമാര് ഖബറിൽ വന്ന് ശിക്ഷിക്കുന്നതായി കാണുകയാണ്. എന്നിട്ട് മഹാനവർ അവിടുന്ന് കടന്നുപോയി. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ആ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും ആ വഴിയിലൂടെ കടന്നു വരുമ്പോ ആദ്യം ഉണ്ടാകുന്ന അവസ്ഥയിൽ കാണുന്നത് സുബ്ഹാനല്ലാഹ്. ആദ്യം ആ ഖബറാണ് വല്ലാതെ അദാബാകുന്നതാണ് കണ്ടത്. രണ്ടാമത് വന്നപ്പോ ആ മനുഷ്യനുണ്ടല്ലോ ഖബറിൽ നല്ല ആസ്വാദകരമായ ജീവിതം കാഴ്ചവെക്കുകയാണ്. അദാബ് ആ മനുഷ്യനിക്കില്ല. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അത്ഭുതം തോന്നുകയാണ്. അത്ഭുതം തോന്നിയെന്ന് മാത്രമല്ല, ഇതിന്റെ സിർറ്, ഇതിന്റെ രഹസ്യം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് ഖാലിഖായ യജമാനനായ അല്ലാഹു ഉണ്ടല്ലോ ആ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആദ്യം വന്നപ്പോ ഈ മനുഷ്യൻ അദാബാകുന്നതാണ് ഞാൻ കണ്ടത്. രണ്ടാമത് വന്നപ്പോ ആ മനുഷ്യർക്ക് ഖബറിൽ അദാബില്ല. വളരെ സുന്ദരമായ നല്ല ജീവിതമാണ് കാഴ്ചവെക്കുന്നത്. എന്തെങ്കിലും കാരണം എന്ന് ചോദിക്കുന്ന സമയത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വഅല്ലാഹു തആല ഇലൈഹി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹി കൊടുക്കുകയാണ്. യാ ഈസാ, പറഞ്ഞതുപോലെ നീ ആദ്യം കടന്നു വന്നപ്പോ ഈ ഖബറാളി ശിക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ഖബറാളിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയുമോ? ഈ ഖബറാളി ഇല്ലാതെ തെറ്റ് ചെയ്യുന്ന ആളാ. അങ്ങനെ ഈ ഖബറാളിക്ക് വല്ലാത്ത ശിക്ഷ കിട്ടുന്ന ആളാണ്. വല്ലാതെ അദാബ് കിട്ടാറുള്ള കാരണം എന്താണ് എന്നറിയുമോ? ആ മനുഷ്യൻ തെറ്റ് ചെയ്തത് കൊണ്ടാ. പക്ഷെ ആ മനുഷ്യൻ വിട പറഞ്ഞതിന് ശേഷമുണ്ടല്ലോ ആ മനുഷ്യന്റെ ഭാര്യയുണ്ടല്ലോ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുകയാ. അങ്ങനെ ഒരു ആൺകുട്ടിക്ക് ജന്മം കൊടുക്കുകയാണ്. ആ കുട്ടിയെ നല്ലതുപോലെ ആ തെറ്റ് ചെയ്ത ആ മനുഷ്യന്റെ ഭാര്യ നല്ലതുപോലെ പോറ്റി വളർത്തുകയാണ്. എന്നിട്ട് ഒരു കുട്ടിക്ക് ഇൽമ പഠിക്കാൻ പ്രായമാകുന്ന സമയത്ത് ആ കുട്ടിയെ ഒരു ഇൽമ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ആലിമായ മനുഷ്യന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാ. അങ്ങനെ ഒരു ആലിമായ മനുഷ്യനുണ്ടല്ലോ ആ കുട്ടിക്ക് വിശുദ്ധ ഖുർആനിലുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് അങ്ങ് ഓതി പഠിപ്പിക്കുമ്പോ അല്ലാഹു ആ മനുഷ്യനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈസാ നബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ ആ കുട്ടിക്ക് ആലിമായ മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കുകയാ. അഗ്രഹാലിമായ മനുഷ്യൻ പഠിപ്പിച്ച ആ കാര്യം കുട്ടി നല്ലതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്ന് മാത്രമല്ല ആ കുട്ടി പഠിച്ച ഇൽമിന്റെ ആ അറിവിന്റെ കാരണം കൊണ്ടിട്ട് ഇനി ആ പിതാവിനെ ശിക്ഷിക്കാൻ ഞാൻ ലജ്ജിക്കുകയാ. അതുകൊണ്ട് ആ മനുഷ്യർക്ക് ശിക്ഷയില്ല എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാ. അതുകൊണ്ട് നല്ലതുപോലെ ചിന്തിക്കണേ, നല്ലതുപോലെ ആലോചിക്കണേ. ഏതെങ്കിലും ഒരു കുട്ടി ഇൽമിന്റെ വാതായനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇൽമിന്റെ മലർവാടിലേക്ക് പോയിക്കൊണ്ട് അലിഫോ ബാറോ അങ്ങനെ അറബി അക്ഷരങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പോലും എന്റെ മാതാപിതാക്കളുടെ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പല ആളുകളും ഭൗതികത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ട് ഭൗതികത്തിന്റെ
ട്യൂഷന്റെ പേര് പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ ഭൗതികമായ താല്പര്യത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ട് കുട്ടികൾക്ക് നല്ലതുപോലെ ഇൽമ കൊടുത്തിട്ടില്ല എങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനൊക്കെ തക്കതായി അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. എന്റെ കുട്ടികൾ പറയുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പിന്നാലെ നമ്മൾ എന്ത് ചെയ്യാൻ കുട്ടികൾക്ക് അനുകൂലമായി നിന്ന് കഴിഞ്ഞാൽ നാളെ റബ്ബിന്റെ കോട്ടത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അല്ലാഹുവിനോട് പറയുന്ന ഒരു സംഭവം സൂറത്തുൽ ഖുർആനിലൂടെ പറയുന്നുണ്ട്. എന്റെ നാശത്തിലേക്ക് എന്റെ തിന്മയിലേക്ക് നയിച്ച എന്റെ മാതാവും പിതാവുമാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. അവരെ നരകത്തിനാക്കിയിട്ട് അവിടെ നെഞ്ചത്ത് കയറി നിന്നുകൊണ്ട് ഞാൻ ആശ്വാസം കൊള്ളട്ടെ എന്ന് അല്ലാഹുവിനോട് നമ്മുടെ മക്കൾ നാളെ അല്ലാഹുവിനോട് വിളിച്ചു പറയും. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മാതാപിതാക്കളെ നരകത്തിലേക്ക് വർദ്ധിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് സാഹചര്യം കിട്ടാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ നല്ല അറിവും അതവും നല്ല അർപ്പണബോധവും ഉള്ളവരാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഹദീസുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇദാ മാതൽ ഇൻസാനു ഇൻതഅമലു ബില്ലാഹി ആദമിന്റെ മക്കളിൽ നിന്ന് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഉപകാരം കിട്ടുന്നത് മൂന്ന് കാര്യങ്ങളാ. ബാക്കിയുള്ളതെല്ലാം നശിച്ചു പോവുകയാ. മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യന് ഉപകാരപ്പെടുകയുള്ളൂ. ഏതാണ് ആ 3 കാര്യങ്ങളെന്നറിയുമോ? ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വദഖത്തിൻ ജാരിയായ സ്വദഖയാ. എന്താണ് ജാരിയായ സ്വദഖ എന്ന് പറഞ്ഞാൽ എന്നൊന്നും നിലനിൽക്കുന്ന സ്വദഖ. പള്ളിയിലേക്ക് മദ്രസയിലേക്ക് അതുപോലെ ദീനീ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ഓരോ സംഭാവനകൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ കൊടുക്കുമ്പോൾ അത് സ്വദഖത്തുൻ ജാരിയാണ്, എന്നൊന്നും നിലനിൽക്കുന്ന സ്വദഖയാ. അത് കൊടുക്കലോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ ഖബറിൽ നല്ലതുപോലെ ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയുമോ? വലതും സ്വാലിഹുൻ, നല്ല സജ്ജനങ്ങളായ നല്ലൊരു കുട്ടിയാണ്. എങ്ങനത്തെ കുട്ടിയാണെന്നറിയുമോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് നമുക്ക് പക്ഷെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് മഹുറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയെങ്കിലും നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ ഖബറിൽ ആസ്വദിച്ച് നമുക്ക് കണക്കാം. നേരെ മറിച്ചോ കുട്ടികൾക്ക് നല്ലതുപോലെ ഇൽമും മറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? ഖബറിൽ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും. അതില്ല യാതൊരു തത്വമില്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികളെ വല്ലാതെ യുക്തിവാദം രീതിയാണ്, വല്ലാതെ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലിബറൽ ചിന്താഗതി. കുട്ടികൾക്ക് മതം വേണോ അല്ലെങ്കിൽ എത്താപ്പത്തോണ്ടൊക്കെ കാര്യം എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ കുട്ടികൾ മാറിയിട്ടുണ്ട്. അതിലുപരി വല്ലാത്തൊരു ഖേദകരം എന്ന് പറയുന്നത് കുട്ടികളൊക്കെ ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഹറാമാണ്, ഇന്നതിലേക്ക് പഠിക്കാൻ പറ്റൂല, ഇതിലേക്ക് മത്താക്കുന്ന സംഭവമാണ് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കലാലയം എന്ന് പറയുന്നത് മദ്രസയാണ്. ആ മദ്രസയിൽ അവരെ കുട്ടികളെ നല്ലതുപോലെ പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാനാണ്. ഉമ്മമാരും നല്ലതുപോലെ ശ്രദ്ധിക്കണേ. നമ്മുടെ മദ്രസകളിൽ നല്ലതുപോലെ എത്ര ക്ലാസ് വരെയുണ്ടോ അത്ര വരെ എന്ത് ചെയ്യണം? നമ്മുടെ മദ്രസകളിൽ അതുപോലെ ദീനീ സ്ഥാപനങ്ങളിൽ കുട്ടികളെ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ എല്ലാവരെയും എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞേക്കണം. പെൺകുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞാൽ നല്ലതുപോലെ അവർക്ക് വലിയ അക്ഷുതി ഉണ്ടായി കഴിഞ്ഞാൽ കുളിക്കാൻ പോലും അവർക്ക് നല്ലതുപോലെ നെയ്യത്തിങ്ങനെ വെക്കേണ്ടതെന്ന് പോലും അറിയില്ല. കാരണം അങ്ങനെ ഒരു 9 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യണം? കുട്ടിയുടെ മദ്രസ പഠനം അവിടെ നിർത്തണം. അപ്പോൾ എന്ത് ചെയ്യണം? കുട്ടി എന്ത് ചെയ്യും? ഈ വലിയ അക്ഷുതിയെ ഉയർത്തുന്നു എന്നുള്ള നെയ്യത്തൊന്നുമില്ലാതെ തലയിൽ ഇങ്ങനെ വെള്ളം പോലെ അതിന്റെ വലിയ അക്ഷുതി ഉയരുമോ? അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഉമ്മാക്കും വാപ്പാക്കാണ്. കുട്ടികൾക്ക് ഇന്ന് പഠിക്കുന്ന സ്ഥാപനം സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് ആ കുട്ടികൾക്ക് നമ്മൾ അത്
കൊടുത്തിട്ടില്ല. കുട്ടികളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ പിന്നാലെ പോവാണെങ്കിൽ അതിനെ പറ്റി നമ്മൾ രക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യമായി മനുഷ്യനിക്ക് ബാക്കിയാകുന്നത് നല്ല സജ്ജനങ്ങളായ മക്കളാ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉപകാരപ്രദമായ ഒരുപാട് ആളുകൾക്ക് നല്ലതുപോലെ ഉണ്ടാവും. പക്ഷെ അത് ഉപകാരമുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് പഠിക്കുന്ന ഇൽമിനെ നല്ലതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തയ്യാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു കൂടുതലായി ചോദിക്കാൻ പറഞ്ഞത് റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവേ എനിക്ക് ഇൽമിനെ ജാസ്തിയാക്കി തരണേ എന്ന് ചോദിക്കാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഒരുപാട് മൂല്യമുള്ള സ്വർണം ഒരു പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന് ചോദിക്കാം, അല്ലെങ്കിൽ ദുനിയാവിലെ ആഡംബരമായ ജീവിതം ചോദിക്കാം. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ പറഞ്ഞത് റബ്ബി സിദ്നി ഇൽമാ, ഇൽമ അധികരിപ്പിച്ചു തരാനാണ് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഇൽമ നീ നൽകണേ അല്ലാഹ്. പഠിച്ച ഇൽമിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, നാളെ ആരാരും സഹായിക്കാനില്ലാത്ത ഖബറിലാവട്ടെ, തുടർന്നുള്ള ജീവിതത്തിലാവട്ടെ, ഞങ്ങൾ പഠിപ്പിച്ച ഞങ്ങളുടെ മക്കൾ കാരണം കൊണ്ടിട്ട് നാളെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നരകത്തിന്റെ അധികാരുടെ കൂട്ടത്തില് ഞങ്ങളുടെ മക്കളുടെ കാരണം കൊണ്ട് നീ ഉൾപ്പെടുത്തല്ല അല്ലാഹ്. തമ്മാടികളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ മക്കളെ നീ ഉൾപ്പെടുത്തല്ല അല്ലാഹ്. പേടി തോന്നുകയാണ്, കാലമില്ലാതെ അധപതനത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനോട് പല ആളുകളും വെറുപ്പും മറപ്പും തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആരാണോ എന്റെ ഇസ്ലാമിനെ ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നത് അവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് വാഗ്ദാനം ഞാൻ നൽകിയിരിക്കുന്നു എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആഖിറുൽ സമാനിലുള്ള ചണ്ടികളാണ്, ചവറുകളാണ് നമ്മൾ ഓരോരുത്തരും. ഈമാനും ഇഖ്ലാസും തഖ്വയും നമുക്ക് കുറവാ. അതുകൊണ്ട് മക്കളെ ഭൗതികത്തിന്റെ പിന്നാലെ പറഞ്ഞയക്കല്ല, ദുനിയാവിന്റെ പിന്നാലെ പറഞ്ഞയക്കല്ല. മക്കളെ നല്ല അറിവും അതവുമുള്ള മക്കളാക്കി മാറ്റണേ, എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ നമ്മൾ നല്ലതുപോലെ എല്ലാ നല്ല സുഹൃതങ്ങളും എല്ലാം കൃത്യമായി കൊണ്ട് ചെയ്യുന്നവരാണ് എങ്കിൽ പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ നരകമെന്ന് പറയുന്ന ആ തീകൊണ്ടാരത്തിലേക്ക് മക്കളെ മോശപ്പെട്ടതിന്റെ കാരണം കൊണ്ട് അല്ലാഹു നമ്മളെ വലിച്ചെറിയുമെന്നുള്ള ചിന്ത ഉമ്മമാരെ ഉപ്പമാരെ നമുക്ക് വേണേ. അതുകൊണ്ട് മക്കളുടെ സ്വാർത്ഥ താല്പര്യത്തിന്റെ പിന്നാലെ പോകല്ല. മക്കൾക്ക് നല്ല ഇൽമ് കൊടുക്കുന്ന നല്ല മാതാവും ഉമ്മയും ഉപ്പയുമായി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണേ. അല്ലാഹ് ഞങ്ങളുടെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ആലിമീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ആഫിദീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ ഖബറിന്റെ ചാരത്ത് വന്നുകൊണ്ട് അസ്സലാമു അലൈക യാ ഉമ്മീ, അസ്സലാമു അലൈക യാ അബീ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടത്തുന്ന മക്കളാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ കാരണത്താൽ ദുനിയാവിലും ആഖിറത്തിലും നശിച്ചു പോകുന്ന അവസ്ഥയെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ